ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് നാളെ മുതൽ തന്നെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം 4 ചാപ്റ്റർ വരെയാണ് എക്സാമിനുള്ളത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലാസ് 9 മാത്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ഒരു 3 ദിവസം എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അതുവരെ ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിക്കാം. ഈ ചാപ്റ്ററിലൊക്കെ തുടക്കത്തിലുള്ള വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ 3ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെയും 6ാമത്തെയും ചോദ്യമാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. ഇൻ ദ പിക്ചർ ബിലോ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ, ഇംഗ്ലീഷും മലയാളമാണ് കേട്ടോ, ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ പേജ് മിസ് ഇവിടേക്ക് എടുത്ത് വെച്ചതാണ്. The midpoints of sides of the blue triangle are joined to make the small green triangle. The red line is a median of the large triangle. എന്തൊക്കെയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ബ്ലൂ ട്രയാങ്കിളും ഉണ്ട്, ഉള്ളിലൊരു ഗ്രീനും ഉണ്ട് അല്ലേ? ഒരു നീല ത്രികോണവും ഉള്ളിലൊരു പച്ച ത്രികോണവും ഉണ്ട്, ശരിയല്ലേ? ഈ നീല ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ അല്ലേ, എങ്ങനെയാ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ചെറിയ പച്ച ത്രികോണം വരച്ചത്. ബ്ലൂ ട്രയാങ്കിൾ ആർ ജോയിൻ ടു മേക്ക് ദ സ്മോളർ ട്രയാങ്കിൾ. എന്തിൻ്റെ? മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ബ്ലൂ. അതായത് ഈ നീല ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട്, നീല ത്രികോണം ഇത് മൊത്തം 10 ആണെങ്കിൽ ഇവിടെ 5 പോയിന്റ് വരുന്ന രീതിയിൽ ഇവിടെ ഒരു കുത്തിട്ടു അല്ലേ? അതേപോലെ എല്ലാ സൈഡിൻ്റെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടാണ് ഉള്ളിലുള്ള പച്ച ത്രികോണം വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രത്തിൽ ഒരു റെഡ് വര പോകുന്നത് കണ്ടോ, ഒരു ചുവന്ന വര. ആ ചുവന്ന വര എന്താണെന്നാ പറഞ്ഞത്? ഈ വലിയ നീല ത്രികോണത്തിൻ്റെ ഒരു മീഡിയനാണ്, ഒരു നടുവരയാണ്. അപ്പോൾ എന്താ മീഡിയൻ എന്ന് ഓർമ്മ ഉണ്ടല്ലോ? എന്തായിരുന്നു മീഡിയൻ എന്ന് പറഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ത്രികോണത്തിൻ്റെ, ഒരു ട്രയാങ്കിളിൻ്റെ 3 മൂലകളിൽ നിന്നും അല്ലേ, അതിൻ്റെ എതിർവശത്തിൻ്റെ കറക്റ്റ് മധ്യത്തിലേക്ക് വരയ്ക്കുന്ന, മിഡിലേക്ക് വരയ്ക്കുന്ന വരേനെയാണ് എന്ത് പറയുക? മീഡിയൻ. ഇവിടെ ശരിക്കും 2 എണ്ണം കൂടി വരയ്ക്കാറ്, ഒന്ന് ഇങ്ങനെയും പോവും ഒന്ന് ഇങ്ങനെയും പോവും, ശരിയല്ലേ? കറക്റ്റ് അല്ലേടാ? അതായത് മധ്യത്തിലേക്ക് വരയ്ക്കുമ്പോൾ അങ്ങനെ 3 എണ്ണം ഉണ്ടാവില്ലേ? അവർ 3 എണ്ണം വരച്ചില്ല, ഒന്നേ വരച്ചുള്ളൂ. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട്. ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ വരയുടെ കറക്റ്റ് മധ്യബിന്ദുവായിരിക്കും. അങ്ങനെയാണ് ചിത്രം എന്ന് പറയുന്നത്. ഇനി ഇതിൽ 2 കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. എന്തൊക്കെയാണ്? പ്രൂവ് ദാറ്റ് ദിസ് മീഡിയൻ bisects the top side of the small triangle. അതായത് ഈ നടുവര ചെറിയ ത്രികോണത്തിൻ്റെ മുകൾ വശത്തെ സമഭാഗം ചെയ്യുന്നു. ഒന്നത് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. രണ്ടാമത്തത്, പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആൻഡ് സ്മോൾ ട്രയാങ്കിൾ ആർ ദ സെയിം. വലിയ ത്രികോണത്തിൻ്റെ മധ്യമകേന്ദ്രവും ചെറിയ ത്രികോണത്തിൻ്റെ മധ്യമകേന്ദ്രവും തുല്യമാണെന്ന് തെളിയിക്കാനാണ്. മധ്യമകേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ 3 മീഡിയൻസ് എത്രണ്ണം വരയ്ക്കാമെന്ന് നമുക്കറിയാം. 3 എണ്ണം വരയ്ക്കാം അല്ലേ? കാരണം 3 മൂലകളിൽ നിന്നും എതിർവശത്തിൻ്റെ നടുവിലേക്ക് വരകൾ വരയ്ക്കാം. ഈ 3 എണ്ണം കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? സെൻട്രോയിഡ് അല്ലേ? ആ പോയിന്റിനെയാണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമകേന്ദ്രം എന്ന് വിളിച്ചത്. അപ്പോൾ ഈ വലിയ ത്രികോണത്തിൻ്റെ 3 നടുവരകൾ, മീഡിയൻ ജോയിൻ ചെയ്യുന്ന മധ്യമകേന്ദ്രവും ഈ ചെറിയ പച്ചയ്ക്കും നമുക്ക് വരച്ചൂടെ? ഏത് ത്രികോണത്തിനും മീഡിയൻ വരയ്ക്കാം അല്ലേ? ഓപ്പോസിറ്റിൻ്റെ നടുവിലേക്ക് വരച്ചാൽ മതി. ഇതിൻ്റെ മധ്യമകേന്ദ്രവും അതായത് കേന്ദ്രബിന്ദുവും ആ 3 മീഡിയനും ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് സെയിം ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് തെളിയിക്കാം അല്ലേ? മിസ് ആ ത്രികോണത്തിന് മാത്രം ഒന്നും കൂടി മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആസ് യൂഷ്വൽ നമ്മൾ പേരുകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേരുകൾ കൊടുക്കുന്നു. ഈ ത്രികോണത്തിന് മിസ് ABC എന്ന് പേര് കൊടുക്കുന്നു. അതേപോലെ പച്ച ത്രികോണത്തിന് PQR എന്ന് പേര് കൊടുക്കുന്നു, ശരിയല്ലേ? ഇനി നമുക്കറിയാം, ഈ നീല ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടല്ലേ പച്ച ത്രികോണം വരച്ചത്? അതായത് ഈ AB എന്ന് പറയുന്ന വശത്തിൻ്റെ കറക്റ്റ് മധ്യമല്ലേ P. അതേപോലെ AC യുടെ കറക്റ്റ് നടുവല്ലേ Q.
അതേപോലെ ബി സിയുടെ കറക്റ്റ് നടുവല്ലേ 6. അപ്പോൾ ആ കാര്യമൊന്ന് നമുക്ക് എഴുതി വെക്കാം. ഒന്നാമത് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് നമുക്കൊന്നുകൂടി നോക്കാം. മീഡിയൻ ബൈസെക്ട് ദ ടോപ്പ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ എ ആർ എന്ന് പറയുന്ന മീഡിയൻ ഇല്ലേ, ഈ നടുവരല്ലേ, ഈ എ ആർ എന്ന് പറയുന്ന നടുവര ഈ പച്ച ത്രികോണം കണ്ടോ നിങ്ങൾ? ഈ ത്രികോണത്തിൽ പി ക്യൂ എന്ന് പറയുന്ന ഒരു വശം കണ്ടോ? ഈ ത്രികോണത്തിൻ്റെ മുകളിൽ വരുന്ന വശം, ഈ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ടോപ്പിൽ വരുന്ന സൈഡ് എന്ന് പറയുന്നത് പി ക്യൂ എന്ന് പറയുന്ന ഈ വരയല്ലേ? ഈ വരേനെ കറക്റ്റ് ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു വരേനെ ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വൽ 2 പാർട്ടാക്കുക എന്നാ മീനിങ്. അതായത് ഒരു 12 സെൻറ്റിമീറ്റർ ഉള്ള ലൈനിനെ ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ 6 സെൻറ്റിമീറ്റർ ഉള്ള 2 പീസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. അതായത് ഈ എ ആർ എന്ന് പറയുന്ന വര ഈ വരല്ലേ, പി ക്യൂ എന്ന് പറയുന്ന വരേനെ ഇതിന് തുല്യ 2 ഭാഗങ്ങളാക്കുന്നു എന്ന് തെളിയിക്കണം. അതായത് ഈ നീളവും സെയിം ആണെന്ന് തെളിയിക്കണം. അപ്പം നമ്മൾ ആ നീളത്തിൽ നമുക്കൊരു പേരൊക്കെ കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ ത്രികോണങ്ങൾ, അതായത് ഒരു വര നമുക്ക് വരച്ചെടുക്കാം. അത് വരയ്ക്കുന്നതിന് മുന്നേ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് അടുത്ത പ്രൂഫിലേക്ക് മതി. അപ്പോൾ ഒന്നാമത് തെളിയിക്കേണ്ടത് അവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഈ പച്ച ത്രികോണത്തിന് മുകളിലുള്ള വശത്തെ ഈ എ ആർ എന്ന് പറയുന്ന വര തുല്യ 2 നീളങ്ങളാക്കിയിട്ട് ഭാഗിക്കുന്നു എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഒരു ഷേപ്പ് കാണുന്നുണ്ടോ? എ പി ആർ ക്യൂ അല്ലെങ്കിൽ ഏതാ എ പി ക്യൂ ആർ എന്ന് പറയുന്നിട്ടൊരു സാധനം കാണുന്നുണ്ടോ? എ പി ആർ ക്യൂ അല്ലെങ്കിൽ പി എ ക്യൂ ആർ, എങ്ങനെ വേണമെങ്കിലും പേര് പറയാം. എടാ, നിങ്ങൾ ഇവിടെ ഒരു 4 സൈഡുള്ള ഒരു ഫിഗർ കാണുന്നുണ്ടോ? ഈ ഫിഗർ കണ്ടോ? ഈ സാധനത്തിന് ഒരു പാരലലോഗ്രാം അഥവാ എന്താ പറയുക? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇങ്ങനെ അല്ലേ? പാരലലോഗ്രാം അല്ലെങ്കിൽ എന്തെന്ന് പറയാം? മലയാളത്തിൽ എന്താ പറയാ? സാമാന്തരിക അല്ലേ? സാമാന്തരികാന്ന് തെളിയിച്ചാൽ പോരെ. കാരണം എന്താ അറിയോ? എടാ, ഈ ഷേപ്പ് കണ്ടോ? ഈ എ പി ക്യൂ ആർ ക്യൂ എന്ന് പറയുന്ന ഈ ഷേപ്പിൻ്റെ 2 ഈ സാധനത്തിന് എന്തായിരുന്നു നമ്മൾ പറയുക? ഡയഗണൽസ് അല്ലേ, വികരണങ്ങൾ. ഈ പി ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ വികരണമാണ്, എ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ വികരണമാണ്. ഈ വികരണങ്ങൾ നമുക്ക് പണ്ടേ അറിയുന്ന കാര്യമാണ്. എന്തിൻ്റെ വികരണങ്ങൾ? ഒരു പാരലലോഗ്രാമിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 3 ആയിട്ട് പിരിയും. അതേപോലെ ഇത് 12 ആണെങ്കിൽ ഇത് 6 ആയിട്ട് മാറും. അതായത് ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് ഇത് തുല്യ 2 കഷ്ണങ്ങളായിട്ട് മാറും എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് ഈ നീളവും തുല്യമാണെന്നാ. ഈ പി ക്യൂ എന്ന് പറയുന്ന വര നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന എ പി ആർ ക്യൂ എന്ന് പറയുന്ന ഇതൊരു സാമാന്തരികാന്ന് തെളിയിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതൊരു സാമാന്തരികാണെങ്കിൽ ഈ എ ആർ എന്ന് പറയുന്ന വരയും പി ക്യൂ എന്ന് പറയുന്ന വരയും അതിൻ്റെ ഡയഗണൽസ് ആയിരിക്കും, അഥവാ വികരണങ്ങളായിരിക്കും. വികരണങ്ങൾ തുല്യ നീളങ്ങളായിട്ട് മുറിയുന്നു നമുക്കറിയാം. അപ്പം ഈ നീളവും തുല്യമാണ്, ഓട്ടോമാറ്റിക് അവിടെ തെളിയുന്നില്ലേ? അപ്പോൾ ഇത് തുല്യ നീളങ്ങളാണ് തെളിയിക്കുന്നതിന് പകരം നമ്മൾ മുഴുവനായിട്ട് എ പി ആർ ക്യൂ എന്ന് പറയുന്ന ഈ ഷേപ്പ് എന്താണ് തെളിയിക്കാൻ പോവുക? ഒരു സാമാന്തരികാണ്, ഒരു പാരലലോഗ്രാം ആണ് തെളിയിക്കാൻ പോവുക. പാരലലോഗ്രാം ആയിട്ട് മാറിക്കഴിയുമ്പം എ ആറും പി ക്യൂവും 2 വികരണങ്ങളാവും, ഡയഗണൽസ് ആവും. ഡയഗണൽസ് ആണെങ്കിൽ ഇത് തുല്യ നീളങ്ങളായിട്ട് ഭാഗിക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തെ പ്രൂഫ് കഴിയും. അപ്പോൾ നമ്മൾ അത് തെളിയിക്കാൻ പോവുക. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രയാങ്കിൾ എ ബി സി ഒന്ന് കൺസിഡർ ചെയ്യാം അല്ലേ? കൺസിഡർ ട്രയാങ്കിൾ എ ബി സി അല്ലെങ്കിൽ എ ബി സി എന്ന ത്രികോണം പരിഗണിക്കുക. എടാ, ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ഈ ക്യൂ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് അല്ലേ, മധ്യബിന്ദു അല്ലേ? അത് മറന്നുപോയത്. പിയും ക്യൂവും ആറും ഈ 3 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ത്രികോണം വരച്ചത് ഉള്ളിലുള്ള. അപ്പോൾ അതൊന്നും നമുക്ക് എഴുതാം അല്ലേ? അതായത് ക്യൂ ഈസ് ദ മിഡ് പോയിന്റ്. ആരുടെ മിഡ് പോയിന്റാ? എ സി എന്ന് പറയുന്ന വരയുടെ അല്ലേ? ഈ എ സിയുടെ മിഡ് പോയിന്റാണ് ക്യൂ. എ സി അതായത് എ സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ. എ സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ എന്നെഴുതുക. അതേപോലെ നമുക്ക് അടുത്തത് പറഞ്ഞൂടെ? തിരിച്ചെങ്ങനെ പറയാം? ക്യൂ കഴിഞ്ഞിട്ട് പി പറയാം അല്ലേ? അല്ലെങ്കിൽ ആറ് പറയാം.
ആർ എന്ന് പറഞ്ഞത് ബി സിയുടെ മധ്യബിന്ദു അല്ലേ, അപ്പോൾ അത് എഴുതി വെക്കാം. ആർ ഈസ് ദ മിഡ് പോയിന്റ് അല്ലേ. മിസ് ഫുൾ എഴുതുന്നില്ല കേട്ടോ. ഏതിൻ്റെയാ? ബി സിയുടെ മധ്യബിന്ദു ആണ് മിഡ് പോയിന്റ് ഓഫ് ബി സി. അതായത് ബി സിയുടെ മധ്യബിന്ദുവാണ് ആര്? ആർ എന്നുള്ളത്. ഈ രണ്ട് കോമ ഇടുന്നതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ അല്ലേ. ഈ സെയിം കാര്യം ഇവിടെ എഴുതാനാണ്, ഞാൻ റിപ്പീറ്റ് ആയിട്ട് എഴുതുന്നില്ല. അതേപോലെ തിരിച്ചെന്ത് പറയാം? എ ബിയുടെ മധ്യബിന്ദുവാണ് ആര്? പി. അതും പറഞ്ഞൂടെ? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ശരിയല്ലേ? എ ബിയുടെ മധ്യബിന്ദുവാണ് ആര്? പി എന്ന് പറയുന്നത്. അതായത് എ ബിൻ്റെ മധ്യബിന്ദു പിയും എ സിയുടെ മധ്യബിന്ദു ക്യൂവും ബി സിയുടെ മധ്യബിന്ദു ആറും. ഈ 3 മധ്യബിന്ദുക്കൾ കിട്ടിയല്ലോ. അപ്പം അത് നമ്മൾ എഴുതിയില്ലേ. ഇനി അപ്പം നമുക്ക് എന്തായിരുന്നു തെളിയിക്കേണ്ടത്? ഇതൊരു പാരലോഗ്രാം ആണ്, അത് അല്ലെങ്കിൽ ഒരു സാമാന്തരികമാണെന്ന് തെളിയിക്കണം. സാമാന്തരികമാണെന്ന് തെളിയിക്കാൻ നമുക്കറിയാം എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലലും ആണെന്ന് പറഞ്ഞാൽ പോരെ, ശരിയല്ലേ? അപ്പം നമ്മൾ നോക്കുക, ഈ ക്യു ആർ എന്ന സൈഡിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. എല്ലാ പോയിന്റും കൂടെ കണക്ട് ചെയ്തിട്ട് ഓർക്കുക കേട്ടോ. ഇപ്പോൾ മിസ് ഇവിടെ ഒരു ത്രികോണം എടുക്കുക. ഈ ത്രികോണമാണെന്ന് വിചാരിക്കുക. ഈ എ ബി എന്ന് പറയുന്ന ത്രികോണം അല്ലേ, എ ബി എന്ന് പറയുന്ന സൈഡ് അവിടെ നിൽക്കട്ടെ. മറ്റ് 2 സൈഡുകളല്ലേ എ സിയും ബി സിയും. എ സിയുടെ മധ്യബിന്ദുവും ബി സിയുടെ മിഡ് പോയിന്റും ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മൾ പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടോ? ഈ എ ബി എന്ന് പറയുന്ന വരയുടെ കറക്റ്റ് പകുതിയുമായിരിക്കും, അതേപോലെ ഇതിന് സമാന്തരവുമായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പം ഈ ക്യൂ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും ഈ 2 വശങ്ങളുടെ 2 സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ എ ബിയുടെ കറക്റ്റ് ഹാഫുമായിരിക്കും എ ബിക്ക് പാരലലുമായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആ കാര്യം ഒന്ന് എഴുതാം അല്ലേ. ദെർഫോർ ക്യു ആറിൻ്റെ നീളം അല്ലേ, ഈ ക്യു ആറിൻ്റെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബിയുടെ പകുതിയായിരിക്കും, ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. ആൻഡ് നമുക്കൊരു കാര്യം കൂടി പറയാലോ. ക്യു ആർ പാരലൽ ടു എ ബി. ശരിയല്ലേ? എ ബിക്ക് പാരലൽ ആയിരിക്കും. ഈ ക്യു ആർ എന്ന് പറയുന്നത് എ ബിക്ക് സമാന്തരമായിരിക്കും. കാരണം ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ നിങ്ങൾ നോക്ക്, ഈ പി എന്ന് പറയുന്നത് എന്താ? പിൻ്റെ പ്രത്യേകത എന്താ? ഈ എ ബി എന്ന് പറയുന്ന വരയുടെ കറക്റ്റ് മധ്യബിന്ദു അല്ലേ പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ പിയുടെ നീളവും ബി പിയുടെ നീളവും സെയിം അല്ലേ? അതായത് ഈ എ ബിക്ക് മൊത്തം 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ പി എ എന്ന് പറയുന്നതിൻ്റെ നീളം 5 ആയിരിക്കും അല്ലേ. ഈ പി എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് നടുവിലുള്ള പോയിന്റ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പി എയുടെ നീളം എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന നീളത്തിൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കൂലേ. അതും പറഞ്ഞൂടെ? അതായത് പി എ ഈക്വൽ ടു ഹാഫ് എ ബി. അതിൻ്റെ റീസൺ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. പി ഈസ് ദ മിഡ് പോയിന്റ് അല്ലേ. ആരുടെ മിഡ് പോയിന്റാ? എ ബി എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദുവാണ്. എ ബിയുടെ എന്താണ്? മധ്യബിന്ദു. ഷോർട്ടാക്കിയതാണ് കേട്ടോ. മധ്യബിന്ദുവാണ് പി. അതുകൊണ്ടാണ് എ ബി എന്ന് പറയുന്ന വരയുടെ കറക്റ്റ് സെൻറ്റർ ആണ്. അങ്ങനെയാണ് എ ബിയുടെ കറക്റ്റ് പകുതി ആയിരിക്കൂലേ പി എ. അപ്പം നിങ്ങൾ നോക്ക്, ഈ ക്യു ആർ എന്ന് പറയുന്ന വരയും എ ബിയുടെ പകുതി. ഈ ക്യു ആർ എക്സാമ്പിൾ പറയാൻ മനസ്സിലാവാൻ, എ ബി 10 ആണെങ്കിൽ ക്യു ആർ 5 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ പകുതിയിൽ ഇത് 10 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. അതേപോലെ പി എയും എന്തായിരിക്കും? ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കൂലേ. അപ്പം നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? ഈ പി എയുടെ നീളവും ക്യു ആറിൻ്റെ നീളവും സെയിം ആയിരിക്കൂലേ? 100% ഉറപ്പല്ലേ? രണ്ടും എ ബിയുടെ പകുതി നീളങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് തന്നെ കിട്ടി. ക്യു ആർ എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയാണ്, പി എ എന്ന് പറയുന്നത് എ ബിൻ്റെ പകുതിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്യു ആർ എന്ന് പറയുന്നതും പി എ എന്ന് പറയുന്നതും തുല്യമായിരിക്കൂലേ. ശരിയല്ലേ? അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം? ക്യു ആർ എന്ന് പറയുന്നത് പി എക്ക് സമാന്തരമായിരിക്കും. കാരണം എ ബി എന്ന് പറയുന്നത് ക്യു ആറിന് സമാന്തരം നമ്മൾ പറഞ്ഞു അല്ലേ. ഈ വരയുടെ പകുതിയുമായിരിക്കും ഇതിന് സമാന്തരവുമായിരിക്കും. അപ്പം എ ബിക്ക് സമാന്തരമാണ് ക്യു ആർ എന്നുണ്ടെങ്കിൽ പി എക്കും സമാന്തരമായിരിക്കൂലേ. കാരണം ഈ എ ബി എന്ന് പറയുന്ന വരയുടെ പകുതിയല്ലേ പി എ. അപ്പോൾ ഇതും സമാന്തരമായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ പി എയുടെ നീളവും ക്യു ആറിൻ്റെ നീളവും സെയിമുമാണ്. ഇവർ പരസ്പരം സമാന്തരം, അതായത് ഒരിക്കലും കൂട്ടിമുട്ടൂല നീട്ടി വരച്ചാൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഷേപ്പിൻ്റെ എതിർവശങ്ങളല്ലേ പി എയും
ക്യു ആറും അല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ലെങ്ത് ആണെന്നും കിട്ടി, ഇവർ പാരലൽ ആണെന്നും കിട്ടി. ഈ രണ്ട് കാര്യങ്ങളൂടി വെച്ചിട്ടില്ലേ സമാന്തരമാണെന്നും കിട്ടി. അപ്പോൾ തുല്യവും സമാന്തരവുമാണെങ്കിൽ ഈ ഫിഗർ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഇതൊരു സാമാന്തരികമായിരിക്കണം. ശരിയല്ലേ? ഇതൊരു സാമാന്തരികമാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഈ പി ക്യു എന്ന് പറഞ്ഞതും എ ആർ എന്ന് പറഞ്ഞതും അതിൻ്റെ വികരണങ്ങൾ ഡയഗണലാണ്. ആൻഡ് ഇത് തുല്യമായിട്ട് ഭാഗിക്കപ്പെടും. അതായത് ഈ നീളവും തുല്യമായിരിക്കും എന്നും പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെർഫോർ ഒരു ഷേപ്പ് അല്ലേ, അതെന്തോ ആയിരിക്കട്ടെ, ഒരു ചതുർഭുജം അല്ലേ, ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എ പി ആർ ക്യു എന്ന് പറയുന്നത് എന്താണ്? ഈസ് വെറും ഒരു ചതുർഭുജം അല്ല, 4 വശമുള്ളതല്ല. അത് എന്താണ്? പാരലലോഗ്രാം ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ പി ആർ ക്യു ഒരു സാമാന്തരികമാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? സാമാന്തരികമാണെങ്കിൽ സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്താ? എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ഇതിനൊരു പേര് കൊടുക്കാം മിസ്, ഇതിൻ്റെ നടുവിൽ എം എന്ന് കൊടുക്കുന്നു കേട്ടോ. അതായത് പി എമ്മിൻ്റെ നീളവും എം ക്യൂവിൻ്റെ നീളവും തുല്യമാവണ്ടേ? കാരണം പി ക്യൂവും എ ആറും എന്താ? അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഇവിടെ എഴുതാം. അത് മായ്ക്കാം കേട്ടോ, നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം? ദെർഫോർ ആയതുകൊണ്ട് എ ആർ ആൻഡ് പി ക്യു ആർ ഡയഗണൽസ് അല്ലേ, ഡയഗണൽസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ആറും പി ക്യൂവും എന്താണ്? ഡയഗണലിൻ്റെ മലയാളം എന്താ വരിക? വികരണങ്ങളാണ് അല്ലേ, വികരണങ്ങളാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താ? അവർ പരസ്പരം എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ഇവിടെ പി എമ്മിൻ്റെ നീളവും എം ക്യൂവിൻ്റെ നീളവും, അതല്ലായിരുന്നു ഒന്നാമത് തെളിയിക്കാൻ പറഞ്ഞത്? പി ക്യൂവിൻ്റെ നീളവും എം ക്യൂവിൻ്റെ നീളവും ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഡയഗണൽസ് ഓഫ് ആരുടെ? ഒരു പാരലലോഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ഈച്ച് അതർ, പരസ്പരം സമഭാഗം ചെയ്യും. ഒരു സാമാന്തരികത്തിൻ്റെ എന്ത്? വികരണങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം സമഭാഗം ചെയ്യും എന്ന് മലയാളത്തിൽ എഴുതുക. സമഭാഗം ചെയ്യും. അതെ, നോക്ക്, നിങ്ങളോട് ഒന്നാമത് തെളിയിക്കാൻ പറഞ്ഞത് എന്താ നോക്ക്. ഈ നടുവര ചെറിയ ത്രികോണത്തിൻ്റെ മുകൾ വശത്തെ സമഭാഗം ചെയ്യും. ചെറിയ ത്രികോണം എന്ന് പറയുന്നത് പി ക്യു ആർ അല്ലേ, ഈ പച്ച ത്രികോണം. ഈ ചെറിയ ത്രികോണത്തിൻ്റെ മുകൾ വശം, ടോപ്പ് സൈഡ് എന്ന് പറയുന്നത് പി ക്യു അല്ലേ, അതിനെ സമഭാഗം ചെയ്യുന്നു പറഞ്ഞാൽ ബൈസെക്റ്റ് ചെയ്യും. അതായത് ഈ നീളവും അല്ലേ, ഈ ചുവപ്പ് വരെയാണ് അതിനെ 2 കഷ്ണങ്ങളാക്കിയത്. അപ്പോൾ പി എമ്മിൻ്റെ നീളവും എം ക്യൂവിൻ്റെ നീളവും സെയിം ആണെന്ന് തെളിയിച്ചു. അപ്പോൾ നമ്മൾ തെളിയിച്ചില്ലേ? ഹെൻസ് പ്രൂവ്ഡ് അല്ലേ, അതായത് തെളിയിച്ചു. അത്രയേ ഉള്ളൂ. സിമ്പിളാണല്ലോ. ജസ്റ്റ് ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പാരലലോഗ്രാം ആണ് എന്നുള്ളൊരു കാര്യം അവിടെ തെളിയിച്ചിട്ടേ ഉള്ളൂ. ചോദ്യം കഴിഞ്ഞില്ല അല്ലേ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. എന്താ? വലിയ ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം ചെറിയ ത്രികോണത്തിൻ്റെയും മധ്യമ കേന്ദ്രമാണെന്ന് തെളിയിക്കുക. അതായത് മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രോയിഡ് അല്ലേ. പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആൻഡ് സ്മോൾ ട്രയാങ്കിൾ ആർ ദ സെയിം. ഈ ത്രികോണത്തിൻ്റെ ലാർജ് ട്രയാങ്കിളിൻ്റെയും സ്മോൾ ട്രയാങ്കിളിൻ്റെയും മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റിലെ മീഡിയൻസ്, അതായത് ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? 3 മൂലകളിലേക്ക്. അപ്പോൾ മിസ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഈ ബിയിൽ നിന്ന് ക്യൂവിലേക്ക് ഒരു വര പോകും. കാരണം എന്താ? ഒരു മൂലയിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന വശത്തിൻ്റെ നടുവിലേക്ക് വരയ്ക്കുന്ന വരയെയാണ് എന്തെന്ന് പറയുക? മീഡിയൻ അഥവാ നടുവര എന്ന് പറയുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോവുക? കാരണം എന്താ? ഈ ക്യൂ എന്ന് പറയുന്നത് എ സിയുടെ കറക്റ്റ് നടുവാണ്. അതേപോലെ എ ബി എന്ന് പറയുന്നതിൻ്റെ നടുവല്ലേ പി. അപ്പം സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറ്റും? ഇങ്ങനെ വരയ്ക്കാം. ശരിയല്ലേ? അപ്പം മിസ് ഇങ്ങോട്ടും വരച്ചു. അതായത് ഞാൻ 3 മീഡിയനും ഇവിടെ വരച്ചു. ഏതൊക്കെയാ? എ ആർ, ബി ക്യു, പി സി. ഇതെന്ന് പറയുന്നത് ഈ നടുവിലുള്ള പോയിന്റ് കണ്ടോ? ഈ 3ഉം കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് എന്തെന്ന് വിളിക്കുക? സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം എന്ന് വിളിക്കുക. ശരിയല്ലേ?
അപ്പോൾ ഈ സെൻട്രോയിഡ് എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡും ഈ ഉള്ളിലുള്ള പച്ച കളറിൻ്റെ സെൻട്രോയിഡ് കണ്ടോ, ഇത് രണ്ടും സെയിം ആണെന്ന് തെളിയിക്കണം. അത് സെയിം ആണെന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പി ആർ എന്ന് പറയുന്ന വശത്തിൻ്റെ നടുവിലേക്ക് ക്യൂവിൽ നിന്ന് വരയ്ക്കുന്ന വരയാവണം ഇത്. അതേപോലെ ആർ ക്യൂവിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന വരയാവണം ഇത്, അല്ലേ? തിരിച്ച് ഇങ്ങനെയും. അപ്പോൾ ഈ മൂന്നെണ്ണം ഇതിൻ്റെ എന്താണെന്ന് തെളിയിച്ചാൽ മതി, മീഡിയൻസ് ആണെന്ന് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ നടുവരകളാണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ചിത്രം തന്നെ വരച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ബാക്കി 2 മീഡിയൻ കൂടി നമ്മൾ നേരത്തെ പേരുകളൊക്കെ അതേപോലെ തന്നെ കൊടുക്കാം. ഇത് എ ആയിരുന്നു, ഇത് ബി ആയിരുന്നു, ഇത് സി ആയിരുന്നു, അല്ലേ? ഇത് പി, ഇത് ക്യൂ, ഇത് ആർ. ഇനി 2 മീഡിയൻ കൂടി വരയ്ക്കുക, അല്ലേ? എങ്ങനെയാണ് നമ്മൾ മീഡിയൻ വരയ്ക്കുക? ഈ ബി എന്ന പോയിന്റിൽ നിന്ന് നേരെ ഇതിൻ്റെ നടുവിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല, അപ്പോൾ നമുക്കത് വേണ്ട, അല്ലാതെ തന്നെ വരയ്ക്കാം. അതായത് ബിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു വര വരയ്ക്കുന്നു, ശരിയല്ലേ? അതേപോലെ തന്നെ തിരിച്ചെന്ത് ചെയ്യുന്നു, അടുത്ത മീഡിയൻ, അടുത്ത നടുവര എങ്ങനെയാണ് വരയ്ക്കുക? സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബിയുടെ നടുവിലേക്ക്, എ ബിയുടെ നടുവല്ലേ പി എന്ന് പറയുന്നത്, അപ്പോൾ അതിലേക്കും ഞാൻ വരച്ചു കൊടുത്തു. അപ്പോൾ 3 എണ്ണം വരച്ചു. ഈ 3 എണ്ണം കൂട്ടിമുട്ടി ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് രണ്ടിൻ്റെയും, അല്ലേ, ഈ വലിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡും ഇതാണ്, ചെറിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡും ഇതാണെന്ന് തെളിയിക്കണം. വലുതിൻ്റെത് ഓൾറെഡി ഇവിടെ ഉണ്ട് എന്ന് നമ്മൾക്ക് അറിയാം, അല്ലേ? കാരണം 3 എണ്ണം നമ്മൾ വരച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ നമ്മൾ വരച്ച വരകളൊന്ന് എഴുതി കൊടുക്കാം. അതാദ്യം ചെയ്യാം. ഡ്രോ the other 2 medians. എന്തൊക്കെയാ അതിൻ്റെ പേര്? നമ്മളിപ്പോൾ വരച്ച ഈ എ ആർ ഓൾറെഡി തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ വരച്ചതിൻ്റെ പേരെന്തൊക്കെയാ? സി പി എന്ന് പറയുന്നതും ബി ക്യൂ എന്ന് പറയുന്നതും, ശരിയല്ലേ? അപ്പോൾ അത് എഴുതിക്കാം, സി പി ആൻഡ് ബി ക്യൂ, അല്ലേ? ആൻഡ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ആൻഡ് ബി ക്യൂ. അതായത് മലയാളത്തിൽ എങ്ങനെ എഴുതാം? മറ്റ് 2 നടുവരകൾ, അല്ലേ? മലയാളത്തിൽ നടുവര എന്ന് പറയും. നടുവരകൾ കൂടി വരയ്ക്കുക. ഇത് മലയാളം മീഡിയക്കാർക്കുള്ളതാണ്. അതിൻ്റെ പേരാണ്, എൻ്റെ പേരും കൂടി എഴുതുക, സി പി ആൻഡ് ബി ക്യൂ. എൻ്റെ പേരാണ് സി പിയും ബി ക്യൂവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഉള്ളിൽ കൂട്ടിമുട്ടുന്നതിനൂടി ഓരോ പേര് കൊടുക്കാം കേട്ടോ, എന്നാലേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമ്മൾ എം എന്നല്ലായിരുന്നോ കൊടുത്തത്? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എൻ എന്ന് കൊടുക്കാം. എം എൻ. അതേപോലെ ഇപ്പോഴത്തെ എന്ത് കൊടുക്കാം? ഒ എന്ന് കൊടുക്കാം, ശരിയല്ലേ? അതായത് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾക്ക് എം എൻ ഒ എന്ന് പേര് കൊടുക്കാം. അപ്പം നമുക്ക് തെളിയിക്കേണ്ടത് ഈ നടുവിലുള്ള പോയിന്റ് കണ്ടോ, ഇത് ഓൾറെഡി ഈ വലിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡ് മധ്യമകേന്ദ്രമാണ്. കാരണം എന്താ? ഈ വലിയ ത്രികോണത്തിൽ നമ്മൾ വരച്ച 3 മീഡിയനാണ് ഏതൊക്കെ? ബി ക്യൂവും പി സിയും എ ആറും. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇത് ഓൾറെഡി വലിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡ് ആണെന്ന് നമ്മൾ തെളിയിച്ചു, മധ്യമകേന്ദ്രമാണെന്ന് തെളിയിച്ചു. ഇനി നമ്മളോട് പറഞ്ഞത് ഈ ചെറുതിൻ്റെയും മധ്യമകേന്ദ്രമാണ് ഈ പോയിന്റ് എന്ന്. ചെറുതിൻ്റെതാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? അതായത് ഈ പി ക്യൂ എന്ന് പറഞ്ഞ വര കണ്ടോ, പി ക്യൂ എന്ന് പറയുന്ന വരയിലേക്ക് നമ്മൾ ഈ ആർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പി ക്യൂവിൻ്റെ നടുവിലേക്ക് വരയ്ക്കുന്ന വരയാവണം ഇത്. അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് പറയാം, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആർ ക്യൂ എന്ന് പറയുന്ന ഈ വര കണ്ടോ, ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വരയാവണം ഇത്. അതേപോലെ തിരിച്ച് ഇതും 3 വശത്തിൻ്റെ നടുവിലേക്ക് ക്യൂവിൽ നിന്ന് വരയ്ക്കുന്ന വര, അതായത് ഈ 3 വരകളും മിസ് വരച്ച ഈ 3 വരകളും 1 2 3 ഈ 3 വരകളും എന്ത് വരയാണെന്ന് തെളിയിച്ചാൽ മതി. ഈ വരയും ഈ വരയും ഈ വരയും എന്താണെന്ന് തെളിയിച്ചാൽ മതി? ഇതിൻ്റെ മീഡിയൻസ് ആണ്, നടുവരകളാണ് തെളിയിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഈ ചെറുതിൻ്റെയും സെൻട്രോയിഡായിട്ട് മാറിയില്ലേ? നോക്ക്, ഈ നീല ഭാഗം മാത്രം നോക്ക്, ഇതും 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 ഈ ചെറിയ ത്രികോണത്തിൽ ഒതുങ്ങി നിന്നില്ലേ? അപ്പോൾ ഈ 3 എണ്ണം ഇതിൻ്റെ എന്താണെന്ന് തെളിയിച്ചാൽ മതി? നടുവരകളാണെന്ന്, മീഡിയൻസ് ആണ് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓട്ടോമാറ്റിക് ചെറിയ ത്രികോണത്തിൻ്റെ പച്ച ത്രികോണത്തിൻ്റെയും സെൻട്രോയിഡാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് എ ആറിൻ്റെ പ്രത്യേകത എന്താ?
ഈ നമ്മൾ ഓൾറെഡി നേരത്തെ പ്രൂവ് ചെയ്തു AR എന്ന് പറയുന്ന വര ഈ PQവിനെ 2 ഭാഗങ്ങളാക്കുന്നു എന്ന് നേരത്തെ തെളിയിച്ചില്ലേ. നമ്മൾ ഈ ഷേപ്പിനെ ഒരു പാരലലോഗ്രാം ആണെന്നൊക്കെ തെളിയിച്ച് നിൽക്കുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ AR എന്ന് പറയുന്ന വര ഈ PMൻ്റെയും MQവിനും ഒരേ നീളമാണെന്ന് തൊട്ട് മുന്നേ തെളിയിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എഴുതാം. AR ബൈസെക്റ്റ് PQ, ശരിയല്ലേ. PQവിനെ AR ബൈസെക്റ്റ് ചെയ്തു, 2 നീളങ്ങളാക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഇവിടുന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും? ഈ ARൻ്റെ ബാക്കിയല്ലേ RM. ഇവിടെ നോക്കുക, AR എന്ന് പറയുന്നത് ഈ മുഴുവൻ വരെയാണ് AR എന്ന് പറയുന്നത്. ഈ ARൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ RM എന്ന് പറയുന്ന വര. അപ്പം നിങ്ങൾ നോക്ക്, AR എന്ന് പറയുന്ന വര ഈ ത്രികോണത്തിനെ ഭാഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇതിൻ്റെ നീളവും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തിരിച്ച് പറഞ്ഞൂടെ? ഇനി നിങ്ങൾ ഈ PQR എന്ന് പറയുന്ന പച്ച ത്രികോണം മാത്രം നോക്ക്. ഈ പച്ച ത്രികോണത്തിൽ ഒരു പോയിന്റ് ആണല്ലോ 6. ഈ 6ൽ നിന്ന് PQ എന്ന് പറയുന്ന വശത്തിലേക്ക് അല്ലേ മിസ്, ഇതാ ഇത് മാത്രം ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തരാം. പച്ച കളർ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇതാ ഈ പച്ച കളർ ത്രികോണം ഇങ്ങനെ കുറച്ചുകൂടി ചെരിഞ്ഞിട്ട് അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ ത്രികോണം കിടക്കുന്നത്. ഇത് P, ഇത് Q, ഇത് R ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാവുക? R എന്ന പോയിന്റിൽ നിന്ന് PQവിൻ്റെ കറക്റ്റ് നടുവിലേക്ക് വരയ്ക്കുന്ന വരെയാണ് എന്ത് ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തിരിച്ചെന്ത് ചെയ്യണം? അപ്പോൾ ഓരോന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ PMൻ്റെ ഇവിടുത്തെ നീളം ഏതായിരുന്നു ഉള്ളത്? M അല്ലേ. ഓൾറെഡി നമുക്ക് കിട്ടി ഈ AR എന്ന് പറയുന്ന വരേൻ്റെ ഒരു കഷ്ണമല്ലേ ഈ കഷ്ണം, ഈ ചുവപ്പ് വരേൻ്റെ. അപ്പോൾ ഈ ചുവപ്പ് വര ഈ PMനെയും MQനെയും തുല്യ ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞൂടെ, ഈ R എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഈ ത്രികോണത്തിനെ സംബന്ധിച്ച് വരയ്ക്കുന്ന ഒരു മീഡിയൻ അല്ലേ ഇത് എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു നടുവരയല്ലേ. കാരണം ഇത്ര ചിന്തിച്ചാൽ മതി, പച്ച ത്രികോണത്തിൻ്റെ ഈ ത്രികോണത്തിൻ്റെ ഓരോ മീഡിയൻസ് നോക്കുമ്പം R എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഈ എതിർവശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നടുവിലേക്ക് വരയ്ക്കുന്ന വരയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിലേക്കല്ലേ നമ്മൾ ഈ RM എന്ന് പറയുന്ന വര വരഞ്ഞ് നിൽക്കുന്നത്. നോക്ക്, ഇതിൻ്റെ കറക്റ്റ് നടുവിലേക്കല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി സാധിക്കും? നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് therefore നമുക്ക് എന്ത് പറയാം? RM അല്ലേ. RM is the median of ആരുടെ മീഡിയൻ? ട്രയാങ്കിൾ PQRൻ്റെ മീഡിയൻ അല്ലേ. ടു ദ സൈഡ്, ഏത് സൈഡിലേക്കാ? RQ എന്ന് പറയുന്ന സൈഡിലേക്ക്, PQ എന്ന് പറയുന്ന സൈഡിലേക്ക് അല്ലേ. ഓക്കെ, RM ഈസ് ദ മീഡിയൻ. RM എന്ന് പറയുന്നത് ഒരു മീഡിയൻ. അപ്പോൾ ഈ വര ഒരു മീഡിയൻ ആണെന്ന് തെളിയിച്ചു. ഇനി തിരിച്ച് ഇങ്ങോട്ടും ഒക്കെ മീഡിയനാന്ന് തെളിയിച്ചിട്ട് ഇത് അതിൻ്റെ സെൻട്രോയിഡാന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. അതേപോലെ തന്നെ PC എന്ന് പറയുന്ന വര നോക്ക്. എടാ, ഈ PC എന്ന് പറയുന്ന വരേൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പം അതേ പറഞ്ഞ പോലെ തന്നെ ഈ PC എന്ന് പറയുന്ന വര ഈ RQ എന്ന് പറയുന്ന വരേനെ ലെറ്ററുകളാകുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. PC എന്ന് പറയുന്ന വര നിങ്ങൾ ബാക്കിയൊക്കെ മറന്നേക്കി. ഈ വര RQ എന്ന് പറയുന്ന വരേനെ കറക്റ്റ് നടുഭാഗം ആക്കുന്നില്ലേ? കാരണം എന്താ? നമ്മൾ നേരത്തെ ഇത് ഒരു സാമാന്തരികാന്ന് തെളിയിച്ച അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും തെളിയിച്ചൂടെ? എങ്ങനെ തെളിയിക്കാം? ഇതൊരു ഈ ഷേപ്പ് കണ്ടോ? ഇതൊരു സാമാന്തരികാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ PC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡയഗണൽ അല്ലേ? PCയും RQവും. അങ്ങനെയാണെങ്കിൽ ഇത് ബൈസെക്റ്റ് ചെയ്യൂലേ? അതായത് ഈ PC എന്ന് പറയുന്ന വര RQ എന്ന് പറയുന്ന വരേൻ്റെ കറക്റ്റ് നടുവിലൂടെയല്ലേ പോവുക ഈ ഒരു പാരലലോഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ PC എന്ന് പറയുന്ന വര എന്ന് പറയുന്നത് RQവിനെ ബൈസെക്റ്റ് ചെയ്യും. രണ്ടില്ലേ, ഈ നീളവും എങ്ങനെ നമുക്ക് പറയാം? ഈ നീളവും തുല്യമായിരിക്കും. ഈ വര അതിനെ സമഭാഗം ചെയ്യും. അപ്പം നിങ്ങൾ ഈ ചെറിയ ത്രികോണത്തിലേക്ക് മാത്രം ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഈ ചെറിയ ത്രികോണത്തിന് പച്ചേനെ സംബന്ധിച്ച് ഈ PC എന്ന് പറയുന്ന വലിയ വര വേണ്ട. PCൻ്റെ പകുതി ഭാഗം എടുക്ക്. ഈ PN കണ്ടോ?
പി എൻ എന്ന് പറയുന്ന ഇത്രയും ഭാഗം നമ്മളെ ഈ ആർ ക്യൂ എന്ന് പറയുന്ന വരയിലേക്കല്ലേ വന്ന് നിൽക്കുന്നത്. അതായത് ഈ പി എൻ എന്ന് പറയുന്ന വര ആർ ക്യൂ എന്ന് വരയെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കുന്നില്ലേ. അതായത് പി എൻ എന്ന് പറയുന്നത് ഈ ആർ ക്യൂ എന്ന് പറയുന്ന വരയുടെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, മീഡിയനാന്ന് പറഞ്ഞൂടെ, നടുവരയാന്ന് പറഞ്ഞൂടെ. കാരണം പി എൻ എന്ന് പറയുന്ന വര ആർ ക്യൂവിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട്, പറയാലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സിമിലർലി, അതായത് അതേപോലെ. ഇത് മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതാം, ആർ എം ഈസ് ദ മീഡിയൻ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ടു ദ സൈഡ് പി ക്യു എന്ന് എഴുതണേ, ടു ദ സൈഡ് പി ക്യു. അതായത് മലയാളം എങ്ങനെ എഴുതിയാൽ മതി, പി ക്യു എന്ന വശത്തിന് അല്ലേ, പി ക്യു എന്ന വശത്തിലേക്ക് വരയ്ക്കുന്ന നടുവരയാണ് ഏതെന്ന് പറയുന്നത്, ആർ എം എന്ന് പറയുന്നത്. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അതായത് പി ക്യു എന്ന് പറയുന്ന വശം അല്ലേ, പി ക്യു എന്ന പി ക്യു എന്ന വശത്തിലേക്ക് വരയ്ക്കുന്ന നടുവരെയാണ് എന്തെന്ന് പറയുന്നത്, ആർ എം എന്ന് പറയുന്നത്. അത് എഴുതാം. ഇനി തിരിച്ച് അതേപോലെ നമുക്ക് തിരിച്ചില്ലേ, നമ്മളിപ്പോൾ ഈ സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത്, തിരിച്ചും മറിച്ചൊക്കെ പറയണ്ടേ അല്ലേ. അപ്പോൾ നമുക്കിത് അവിടെ ഒരു പുതിയ ആളെ കിട്ടിയല്ലോ. ഇങ്ങോട്ടൊരാളെ നമ്മൾ വന്നു അല്ലേ. ഈ പോയിന്റിൻ്റെ പേരെന്തായിരുന്നു, പി എൻ. അപ്പോൾ നമ്മൾ അതും തെളിയിച്ചു. പി എൻ എന്ന് പറയുന്ന വര ക്യു ആർ എന്ന് പറയുന്ന വരയുടെ എന്താണ്, ഈ വശത്തിൻ്റെ നടുവിലേക്ക് വരയ്ക്കുന്ന ഒരു വരയാണ് പി എൻ. അതായത് പി എൻ എന്ന് പറയുന്നത് എന്താ സാധനം, മീഡിയൻ ആണ്, നടുവരയാണ്. അപ്പം അത് പറയാം അല്ലേ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് പറയാം, സിമിലർലി, അതായത് അതേപോലെ. സിമിലർലി നമുക്ക് എന്ത് പറയാം, പി സി. നിങ്ങൾ പറയുമ്പോൾ ആ ലെറ്ററുകൾ അതിലേക്ക് നോക്കുക കേട്ടോ, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. പി സി ബൈസെക്റ്റ് ആർ ക്യൂ അല്ലേ, പി സി ആർ ക്യൂവിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. പി സി എന്ന് പറയുന്ന വര ആർ ക്യൂ എന്ന് പറയുന്നല്ലേ. നമ്മൾ ഈ സാമാന്തരികം എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് എന്ത് വരകളാ, ഡയഗണൽസ് ആണ്. ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. പി സി എന്ന് പറയുന്ന വര ആർ ക്യൂവിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ പി സി മുഴുവൻ പറയണ്ട, ഈ പച്ച ത്രികോണത്തിനെ സംബന്ധിച്ച് പി സി മുഴുവൻ പറയണ്ട, പി എൻ വരെ പറഞ്ഞാൽ മതി. പി എൻ എന്ത് ചെയ്യും, ആർ ക്യൂവിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore ആർ എൻ ഈസ് ദ, സോറി ആർ എൻ അല്ല, പി എൻ, പി എൻ ഈസ് ദ മീഡിയൻ ടു എങ്ങോട്ടുള്ള, ആർ ക്യൂയിലേക്ക് അല്ലേ. ആർ ക്യൂ എന്ന് പറയുന്ന വരയിലേക്ക്, മലയാളംകാരൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ആർ ക്യൂ എന്ന വരയിലേക്ക് വരയ്ക്കുന്ന നടുവരയാണ് ആര്, പി എൻ എന്ന് എഴുതി വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ആർ ക്യൂവിലേക്ക് വരയ്ക്കുന്ന നടുവരയാണ് പി എൻ, ലെറ്റർ മാറ്റിയാൽ മതി. ഇനി തിരിച്ചു നോക്ക്, അപ്പോൾ നമുക്ക് രണ്ട് നടുവരകൾ കിട്ടി, പി എന്നും കിട്ടി ആർ എന്നും കിട്ടി. ഇനി ഇങ്ങോട്ട് തിരിച്ച് വരയ്ക്കണ്ടേ, അതായത് ക്യൂവിൽ നിന്നിതാ ഈ ആർ പിയിലേക്ക് നിങ്ങൾ നോക്ക്, ക്യൂ എന്ന പോയിന്റിൽ നിന്ന് ഈ പി ആറിലേക്ക് നമ്മൾ വരയ്ക്കുക. എടാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു സാമാന്തരികം നോക്കുക, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സാമാന്തരികം സെലക്ട് ചെയ്തൂടെ അല്ലേ, ഒരു പാരലലോഗ്രാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പി ആർ എന്ന് പറയുന്നത് ബി ക്യു എന്ന് പറയുന്നത് രണ്ട് ഡയഗണൽസ് ആവൂലേ. അപ്പോൾ അത് പരസ്പരം ബൈസെക്റ്റ് ചെയ്യൂലേ. അതായത് ഈ ക്യൂ ബി എന്ന് പറയുന്ന വര പി ആർ എന്ന് പറയുന്ന ഈ വരയെ തുല്യ രണ്ട് ഭാഗങ്ങളാക്കും. പക്ഷേ ഈ പച്ചയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ക്യൂ ബി എന്ന് പറയുന്ന മൊത്തം നീളം വേണോ, നമുക്ക് വേണ്ട. ക്യൂ ഒ വരെയുള്ള ഈ നീളം എടുക്കുക. ഈ നീളം പി ഒ ഒ ആർ എന്ന് പറഞ്ഞ രണ്ട് തുല്യ ഭാഗങ്ങളാക്കും. അതായത് ഈ പച്ച സൈഡായ പി ആർ എന്ന് പറയുന്ന വശത്തേക്ക് നമ്മൾ വരയ്ക്കുന്ന ഒരു മീഡിയൻ, ഒരു നടുവരയല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ മൂന്ന് നടുവരയാന്ന് തെളിയിച്ച് ഇത് കണക്ട് ചെയ്യുന്ന പോയിന്റ് ഇതേ പോയിന്റ് അല്ലേ, ശരിയല്ലേ. അപ്പോൾ അത് നമുക്ക് അതേപോലെ ഒന്ന് എഴുതി വെക്കാം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം, ആൻഡ് കൂടാതെ ബി ക്യു ബൈസെക്റ്റ് അല്ലേ, ബൈസെക്റ്റ് ചെയ്യാൻ സമഭാഗം ചെയ്യുന്നു. ബി ക്യു പി ആറിനെ സമഭാഗം ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് പറയാം, ക്യു ഒ ഈസ് ദ മീഡിയൻ ടു പി ആർ, ശരിയല്ലേ. പി ആറിലേക്ക് വരയ്ക്കുന്ന മീഡിയനാണ് ക്യു ഒ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മൂന്നും കിട്ടി,
QO എന്ന് പറയുന്നത് എന്താണ്? ഈ PR-ൻ്റെ മീഡിയനാണ്. അപ്പം 3 മീഡിയനും പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വലിയ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ എന്തായിരുന്നു ഈ വര എന്ന് പറയുന്നത്? ഈ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രോയിഡ് ആയിരുന്നു അല്ലേ? അതായത് മധ്യമ ബിന്ദുവായിരുന്നു. ഇപ്പം ഈ ചെറിയ ത്രികോണം പച്ചേനെ വെച്ച് നോക്കുമ്പോഴും ഈ പോയിന്റ് തന്നെയല്ലേ ഈ 3 മീഡിയൻസിനെയും ജോയിൻ ചെയ്യുന്ന പോയിന്റ്, രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? PQR എന്ന് പറയുന്ന ചെറിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡും ABC എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡും സെയിം തന്നെയാണെന്ന് നമ്മൾ കണ്ടല്ലോ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ദ മീഡിയൻസ് അല്ലേ? മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ PQR are the segments of triangle ABC and their intersecting points are same. ശരിയല്ലേ? ദാറ്റ് ഈസ് പറഞ്ഞുതരാം എന്താ എഴുതുന്നതെന്ന്. സെൻട്രോയിഡ് ഓഫ് ലാർജ് ആൻഡ് സ്മോൾ അല്ലേ ട്രയാങ്കിൾസ് ആർ സെയിം. അതായത് ഈ ഇപ്പം പറഞ്ഞിരിക്കുന്നതേ ഈ ABC എന്ന് പറയുന്ന വരയുടെ ഈ ത്രികോണത്തിൻ്റെ മീഡിയനാണ് BQ അല്ലേ? ഈ BQവിൻ്റെ തന്നെ ഒരു കഷ്ണമല്ലേ QO? OQ എന്ന് പറയുന്നത് ഇതൊരു മീഡിയൻ അല്ലേ? അപ്പം ഈ മീഡിയൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് OQ. അതേപോലെ തന്നെ ഈ AR എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ മീഡിയൻ, അതിൻ്റെ ഒരു സെഗ്മെൻ്റ്, അതിൻ്റെ ഒരു കഷ്ണമല്ലേ RM എന്ന് പറയുന്നത്? ഈ വരയുടെ കഷ്ണമല്ലേ? ഈ AR എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ മീഡിയനും, എന്നാൽ ഇതിൻ്റെ ഒരു കഷ്ണമായ RM എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ മീഡിയനുമായി അല്ലേ? അതേപോലെ തിരിച്ചിങ്ങോട്ടും PC എന്ന് പറയുന്നത് ഈ വലിയ ത്രികോണത്തിൻ്റെ മീഡിയനാണ് PC, എന്നാൽ അതിൻ്റെ ഒരു കഷ്ണമാണ് ഈ PCൻ്റെ ഒരു കഷ്ണമല്ലേ PN എന്ന് പറയുന്നത്? അത് ഈ ചെറിയ ത്രികോണത്തിൻ്റെ മീഡിയൻ ആയില്ലേ? അപ്പോൾ ഈ വലിയ മീഡിയൻസ് കൂട്ടിമുട്ടുന്ന അതേ പോയിന്റ്, ആ മീഡിയൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ് ചെറുതിൻ്റെ മീഡിയനായിട്ട് വന്നത്. അപ്പോൾ അവർ കൂട്ടിമുട്ടുന്നത് സെയിം പോയിന്റിലല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അതായത് വലിയ ത്രികോണമായ ABCയുടെ നടുവരകളുടെ ഒരു ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ നടുവരകൾ. അങ്ങനെ എഴുതിയാൽ മതി. വലിയ ത്രികോണത്തിൻ്റെ നടുവരകൾ മീഡിയൻസിലെ അതിൻ്റെ സെഗ്മെൻ്റാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ചെറിയ ത്രികോണത്തിൻ്റെ നടുവരകൾ. ആയതുകൊണ്ട് രണ്ട് ത്രികോണങ്ങളുടെയും വലിയ ത്രികോണത്തിൻ്റെയും ചെറിയ ത്രികോണത്തിൻ്റെയും മധ്യമ കേന്ദ്രങ്ങൾ തുല്യമാണ് എന്ന് മലയാളം മീഡിയംകാർ എഴുതുക. കാരണം മനസ്സിലായില്ലേ? ഈ വലിയ കഷ്ണത്തിൻ്റെ ഒരു കഷ്ണമാണ് ചെറുതിൻ്റെ മീഡിയൻ, ഇതിൻ്റെ ഒരു കഷ്ണമാണ് ചെറുതിൻ്റെ മീഡിയൻ, ഈ വലുതിൻ്റെ ഒരു കഷ്ണമാണ് ഈ ചെറുതിൻ്റെ മീഡിയൻ. അപ്പോൾ മൂന്നും ഓരോ പീസുകളാണ്. അപ്പോൾ വലുതിൻ്റെ ഭാഗങ്ങളാണ് ചെറുതിൻ്റെ എന്ന് എഴുതുക. അപ്പോൾ സെൻട്രോയിഡുകൾ സെയിം ആയിരിക്കും. എഴുതുമ്പോൾ കുറച്ചേ ഉള്ളൂ, മനസ്സിലാക്കാനും കുറച്ചേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി റിപ്പീറ്റ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും നമ്മൾ തെളിയിച്ചു. ഈ ചോദ്യം 2 തെളിയിക്കാനായിരുന്നുള്ളത്. അപ്പോൾ 2 ഇത് ആ ചോദ്യത്തിൻ്റെ തന്നെ രണ്ടാമത്തതിൻ്റെ ആൻസർ ആണ് കേട്ടോ. 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇത് ഈ ചെറിയ ത്രികോണം മിസ് ഒന്ന് മാറ്റി വരച്ചിട്ട് എന്ത് ചെയ്തതാണ്? ഇതിൻ്റെ ഈ ചെറിയ ത്രികോണം ഒന്ന് മാറ്റിയിട്ട് 3 മീഡിയൻസ് കാണിച്ചു തന്നതാണ്. ഈ വലുത് ഇങ്ങോട്ട് അല്ലേ, വലിയ ത്രികോണം ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിങ്ങോട്ട് ഇതിങ്ങോട്ട് പിന്നെ അതേപോലെ ഇതിങ്ങോട്ട്, 3ഉം പരസ്പരം സെയിം ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം കൂടെ പെട്ടെന്ന് നോക്കാം. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ H ഈസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ABC. പ്രൂവ് ദാറ്റ് A ഈസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ HBC. അതായത് H എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കണ്ടോ, ഇതിൻ്റെ ഓർത്തോ സെൻറ്റർ ആണെന്ന്. എന്താ ഓർത്തോ സെൻറ്റർ എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതായത് ഒരു ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ അത് ഓരോ വശത്തിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരയ്ക്കുക. എങ്ങനെയായാലും വേണ്ടില്ല, നമ്മൾ വരയ്ക്കുന്നത് നേരെ കുത്തനെയുള്ള വരകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചാൽ ആ 3 വരകളും കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് ഓർത്തോ സെൻറ്റർ എന്ന് വിളിച്ചിരുന്നത്. ശരിയല്ലേ? ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് എയിൽ നിന്ന് എന്ത് ചെയ്യാം,
ഒരു വര നേരെ താഴോട്ട് വരയ്ക്കാം. ഇതെങ്ങനെയുള്ള വരയാവണം? വെറുതെ വരയ്ക്കുന്ന വരയാവരുത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് മിസ് 3 എണ്ണം വരച്ചിട്ടുണ്ട്. അതായത് ABC എന്ന് പറയുന്ന ത്രികോണത്തിനെ സംബന്ധിച്ച് A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വശത്തേക്ക് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ഒരു വര. ഓക്കെ അല്ലേ? ഈ വര അതേപോലെ B എന്ന പോയിന്റിൽ നിന്ന് AC എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എങ്ങനെ വരയ്ക്കണം? ചെരിയാൻ പറ്റൂല. അവിടെ ഉണ്ടാവുന്ന കോണളവ് എത്ര ഡിഗ്രി ആവണം? 90 ഡിഗ്രി. ഇപ്പം ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കുമോ? ഒരിക്കലും അല്ല അല്ലേ? നേരെ കുത്തനെ വളയാതെ അല്ലേ? കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു വര. അതേപോലെ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങനെ തന്നെ വരയ്ക്കണം? 90 ഡിഗ്രിയിൽ. അപ്പം എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരകൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർത്തോ സെൻറ്റർ അല്ലെങ്കിൽ ലംബകേന്ദ്രം. ലംബങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി വരയ്ക്കുന്ന വരേനല്ലേ ലംബങ്ങൾ എന്ന് പറയാം. അപ്പം ഇത് ഓർത്തോ സെൻറ്റർ ആണെന്ന് നമ്മൾ തെളിയിക്കണം. ഓർത്തോ സെൻറ്റർ ഇത് തെളിയിക്കേണ്ട. ABC എന്ന് പറയുന്നതിൻ്റെ ഓർത്തോ സെൻറ്റർ ആണ് H എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച് നോക്കിയപ്പോൾ ഇത് H ആണ്. നമ്മൾ വരച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് തിരിച്ച് നിങ്ങൾ വേറൊരു ത്രികോണം കണ്ടോ? HBC എന്ന് പറയുന്ന ഒരു ത്രികോണം. അങ്ങനെയാണെങ്കിൽ ഈ HBC എന്ന് പറയുന്ന ത്രികോണത്തിന് നമ്മൾ 90 ഡിഗ്രിയിൽ വരയ്ക്കാമെന്ന് വിചാരിക്കുക. ആ വരയ്ക്കുന്ന വരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് എയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ A എന്ന് പറയുന്ന പോയിന്റ് HBC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പുറത്തല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് 3ഉം കൂട്ടിമുട്ടുന്നത് അവിടെ വരിക? അങ്ങനെ ചിന്തിക്കേണ്ട. എടാ 3ഉം പുറത്താണെന്ന് വിചാരിച്ചാലും അത് കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ പുറത്താവുന്നതിൽ അത്ഭുതമൊന്നുമില്ല അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം AB എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഈ വരയുടെ ഈ ഒന്നാമത്തെ ത്രികോണത്തിനെ സംബന്ധിച്ചുള്ളത് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നോക്കുക, ഡ്രോ ആൾട്ടിറ്റ്യൂഡ് അല്ലേ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലംബകങ്ങൾ. ഡ്രോ നേരെ കുത്തനെ വരയ്ക്കുന്നത്. ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറയുന്ന വരയ്ക്ക് എന്ത് വരയ്ക്കാം? നമുക്ക് ആദ്യം ലംബങ്ങൾ വരയ്ക്കാം. ABC എന്ന് പറയുന്ന വരേൻ്റെ ലംബങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു പേരുകൂടി കൊടുക്കാം അല്ലേ മിസ്? ഇതിന് F എന്നും ഇതിന് D എന്നും ഇതിന് E എന്നും ABCDF അത്രയേ ഉള്ളൂ. ABCDEF 3 പേരുകൾ കൊടുത്തു. ഈ നടുവിലെ പോയിന്റ് H ഉണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും വരയ്ക്കാം. അതായത് AD എന്ന് പറയുന്ന വര ആർക്ക് ലംബമായിട്ട് വരച്ചു? BCക്ക് ലംബമായിട്ട്. അതായത് ABC എന്ന ത്രികോണത്തിന് ലംബങ്ങൾ വരയ്ക്കുന്നു. അതാണ് ഇതിൻ്റെ മലയാളം കേട്ടോ. ABCക്ക് എന്ത് വരയ്ക്കുന്നു? ലംബങ്ങൾ. 3 ലംബങ്ങൾ വരച്ചാലല്ലേ നമുക്ക് അതിൻ്റെ ഓർത്തോ സെൻറ്റർ ലംബകേന്ദ്രം കിട്ടുള്ളൂ. അപ്പം ലംബകേന്ദ്രങ്ങൾ കിട്ടണമെങ്കിൽ ആദ്യം ലംബങ്ങൾ വരയ്ക്കുക. അതായത് AD എന്ന് പറയുന്ന ഒരു ലംബം വരയ്ക്കുന്നു. ആർക്ക് ലംബമായിട്ടാ? BC എന്ന് പറയുന്ന വരയ്ക്ക് അല്ലേ? അപ്പം നമ്മൾ എന്ത് എഴുതുന്നു? AD ലംബം 90 ഡിഗ്രി വരയ്ക്കുന്നതിന് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. BC നമ്മൾ പാരലൽ എന്നുള്ളതിന് ഇങ്ങനെ വരയ്ക്കാറില്ലേ? സമാന്തരം. അതേപോലെ ലംബം എന്നുള്ളതിന് ഇങ്ങനെയാണ് വരയ്ക്കുക. റെപ്രസെൻറ്റേഷൻ ആണ്, അത്രയേ ഉള്ളൂ. AB എന്ന് പറയുന്ന വര നമുക്ക് ആർക്ക് ലംബമായിട്ട് വരച്ചു? AD BCക്ക് ലംബമായിട്ട് വരച്ചു. ശരിയല്ലേ? ഇനി അടുത്തത് BE എന്ന് പറയുന്ന വര കണ്ടോ? അതായത് BE ഈ വര കണ്ടോ? ഇത് ആർക്ക് ലംബമായിട്ട് വരച്ചതാ? AC എന്ന് പറയുന്ന സൈഡിന് ലംബമായിട്ട് വരച്ചു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? BE ലംബം ആർക്കാ? ACക്ക് ലംബമായിട്ട് അല്ലേ? AC എന്ന് പറയുന്ന വശത്തിന് ലംബമായിട്ട് BE വരച്ചു. അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് FC എന്ന് പറയുന്ന ഒരു വര വരച്ചല്ലോ. FC എന്ന് പറയുന്ന ലംബം ആരിലേക്കാണ് വരച്ചത്? ഈ AB എന്ന് പറയുന്ന വശത്തിലേക്കാണ് FC എന്ന് പറയുന്ന ലംബം വരച്ചത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? CF അല്ലേ? അല്ലെങ്കിൽ FC എന്ന് പറയുന്നത് ആർക്ക് ലംബമാണ്? AB എന്ന് പറയുന്ന വശത്തിന് ലംബമാണ്. അത് കിട്ടിയല്ലോ. 3 ലംബങ്ങളും ഏതൊക്കെ വശത്തിന് ലംബമായിട്ടാണ് വരച്ചതെന്നുള്ള കാര്യം എഴുതി വെച്ചു. ഇനി ഇവിടെ നോക്കുക, ഈ AD എന്ന് പറയുന്ന ലംബം അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ മിസ് AD വരയ്ക്കുന്നു. അടുത്ത ചിത്രം ഒരേ ചിത്രം തന്നെയാണ്, ഞാൻ ഒന്നുകൂടി ഓരോന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. AD എന്ന് പറയുന്ന വര ആർക്ക് ലംബമായിട്ടാണ് വരച്ചത്? BCക്ക് ലംബമായിട്ടല്ലേ വരച്ചത്?
ഈ എ ഡി എന്ന് പറയുന്ന വരയുടെ ഒരു കഷ്ണം, ഒരു പാർട്ടല്ലേ ഈ എച്ച്. എച്ച് ഇവിടെ നിന്ന് മാഞ്ഞു പോയില്ല, എച്ച് ഇങ്ങോട്ട് എഴുതാം മിസ്. ഈ എ ഡി എന്ന് പറയുന്ന വരയുടെ ഒരു കഷ്ണമല്ലേ എച്ച് ഡി, ശരിയല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ എ ഡി എന്ന് പറയുന്ന വര ബി സിക്ക് ലംബമായിട്ടാണ് വരച്ചത്. അങ്ങനെയാണെങ്കിൽ എ സിൻ്റെ ഒരു പീസ് തന്നെയാണ് എച്ച് ഡി. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് ഡി എന്ന് പറയുന്ന ഈ ഒരു കഷ്ണവും എന്ത് തന്നെ ആയിരിക്കും? ബി സിക്ക് ലംബമായിരിക്കൂലേ? കാരണം ഈ എ ഡിയിലെ ഈ വലിയൊരു വര ഈ താഴത്തെ വരയ്ക്ക് ലംബമായിട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വരേൻ്റെ അല്ലേ, ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു വര മിസ് ഇതിന് ലംബമായിട്ട് വരച്ചു. ഇവിടെ 90 ഡിഗ്രിയാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വരേൻ്റെ ഒരു കഷ്ണം എടുത്തു, ഇത്രയും ഭാഗം, എടാ ഇതും 90 ഡിഗ്രി തന്നെ ആയിരിക്കൂലേ, അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെഴുതാം? ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? therefore ഈ ഒന്നാമത് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ ഡി എന്ന് പറയുന്ന വര ബി സിക്ക് ലംബമാണെങ്കിൽ, അതായത് എന്താണെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലേ, ലംബം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പെർപെൻഡിക്കുലർ, 90 ഡിഗ്രിയിൽ വരച്ചതാണെങ്കിൽ ഈ ഇതിൻ്റെ ഭാഗമാണ് എച്ച് ഡി. എച്ച് ഡി എന്ന് പറയുന്ന വരയും അതിൻ്റെ 90 ഡിഗ്രി തന്നെ ആയിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എച്ച് ഡിയും ബി സിക്ക് 90 ഡിഗ്രി ആയിരിക്കും, ശരിയല്ല? അങ്ങനെ ഓരോന്നും നമുക്ക് എഴുതാം. കാരണം ഈ ത്രികോണത്തിന് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ത്രികോണം ഏതാ? എച്ച് ബി സിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ എഴുതിയത്? ബി ഇ എ സിക്ക് ലംബമാണ്. ആരാ ബി ഇ? നോക്ക്, ബി ഇ എന്ന് പറയുന്നത് ഇതാ ഈ വര. നമ്മളിതാ അങ്ങനെ ബി ഇ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു വര വരച്ചു, ശരിയല്ലേ? എച്ച് തൽക്കാലം മിസ് ഇവിടുന്ന് ഇങ്ങനെ എഴുതുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ബി ഇ എന്ന് പറയുന്ന ഒരു വര വരച്ചു. ഈ ബി ഇ എന്ന് പറയുന്ന വര എ സിക്ക് എന്താണ്? ലംബമാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ, അതായത് ഉള്ളിലുള്ള ഈ നമ്മൾ രണ്ടാമത് പറയാൻ പോണ ത്രികോണം ആരാ? നമുക്ക് പറയേണ്ടത് എന്താ? ഈ വശത്തിന് അല്ലേ, അതായത് ഈ ഇതിന് ലംബമായിട്ട് വരണം എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കുക, അത് ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമ്മൾ ബി എച്ച് എന്ന് പറയുന്ന വര, ഈ ബി ഇ എന്ന് പറയുന്ന വര നമ്മൾ പറഞ്ഞു എ സിക്ക് ലംബമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? therefore സി ഇ അല്ലേ, സി ഇ എന്ന് പറയുന്ന വര ആർക്ക് ലംബമായിരിക്കും? ബി എച്ചിന് നിങ്ങൾക്ക് ലംബമാണെന്ന് പറഞ്ഞൂടെ? നേരത്തെ നമ്മൾ എന്തായിരുന്നു നേരത്തെ എഴുതിയത്? മറിഞ്ഞു പോയോ? ബി സിക്ക് ലംബമാണ് അല്ലേ? എടാ ബി എച്ച് എന്ന് പറയുന്ന വര എവിടെ നോക്ക്, ഇതാണ് ബി എച്ച്, ശരിയല്ലേ? ഈ ബി എച്ച് എന്ന് പറയുന്ന വര എന്ന് പറയുന്നത് സി ഇക്ക് ലംബമായിരിക്കും. കാരണം എന്താ? സി ഇ ഓൾറെഡി ഇവിടെ 90 ഡിഗ്രിയിലല്ലേ ഉള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ബി എച്ച് സി അല്ലേ, ഈ ബി എച്ച് ബി സി എന്ന് പറഞ്ഞാൽ ഈ ത്രികോണം മാത്രം മതി. അപ്പം ഈ വശത്തിന് നമ്മളൊരു ലംബം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, എടാ ഇവിടേക്ക് വരയ്ക്കുന്ന ലംബം ഒരിക്കലും ഇവിടെ ഉണ്ടാക്കുന്ന അളവ് 90 നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരിക്കലും 90 ഡിഗ്രി ഉണ്ടാക്കൂല. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവിടേക്ക് 90 ഉണ്ടാക്കിയാലും മതി. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ബി എച്ചിന് എന്താന്ന് പറഞ്ഞു? ബി എച്ച് എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ആയി, ബി എച്ചിന് പെർപെൻഡിക്കുലർ ആണ് ആരെന്ന് പറഞ്ഞു? സി ഇ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടി വരയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കരുത്. ഈ സി ഇ ബി എച്ച് എന്ന് പറഞ്ഞ വര കണ്ടോ? ഈ ബി എച്ചിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ല. പക്ഷേ എടാ ഈ ബി എച്ച് എന്ന് പറയുന്ന വര ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, സി ഇയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ബി എച്ച് എന്ന് പറയുന്ന വര കുറച്ച് അങ്ങോട്ട് നീട്ടി വരച്ചെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. ഈ വരയിലേക്ക് നമുക്കൊരു ലംബം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഒരിക്കലും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആവില്ല. അപ്പം നമുക്ക് 90 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ നമുക്ക് ശരിക്കും എന്താ വേണ്ട? ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എച്ച് എന്ന് പറയുന്ന പോയിന്റിലേക്ക് 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കണം, ശരിയല്ലേ? ഇവിടെ നോക്കുക, കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയാം. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ എച്ച്, ഇത് ബി, ഇത് സി ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഒന്ന് നമ്മൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞു, ഒരു 90 ഡിഗ്രി വരച്ച് കഴിഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 90 വരച്ചു. അപ്പോൾ ഒരു 90 കിട്ടി. ഇനി അതേപോലെ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രിയിൽ ഒരു ലംബം വരയ്ക്കണ്ടേ? ഒരിക്കലും നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെയോ ഇങ്ങനെയോ അങ്ങനെ ഒന്ന് വരച്ചാൽ 90 കിട്ടൂല.
അപ്പം നിങ്ങൾക്ക് ഇവിടേക്ക് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ലൈനായ ബി എച്ചിലേക്ക് 90 ഡിഗ്രി വരച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നൊരു ലംബം വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഈ വരയിലേക്ക് ഒന്നും നിങ്ങൾക്ക് 90 വരയ്ക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ നൈസായിട്ട് ഈ ബി എച്ച് എന്ന് പറയുന്ന വരയൊന്ന് നീട്ടി കൊടുക്കുക. അത് നീട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, ബി എച്ചിൻ്റെ ഭാഗം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ബി എച്ച് എന്ന് പറയുന്ന വര നീട്ടി കഴിയുന്ന സമയത്ത് ഇനി നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 90 വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഇത് 90 ഡിഗ്രി ആയാൽ മതി. ഈ ബി എച്ച് എന്ന് പറയുന്ന വരയിലേക്ക് തന്നെ വേണമെന്നില്ല, ബി എച്ചിനെ കുറച്ച് നീട്ടിക്കഴിഞ്ഞാലും അതേ മീനിങ് കിട്ടും. അപ്പോൾ ഞാൻ ആ 90 കിട്ടാൻ വേണ്ടിയിട്ട് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി ആദ്യം വരച്ചു. അപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്, കുഴപ്പമില്ല, ഈ ബി എച്ചിനെ ഒന്ന് നീട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ വര ഏതായിരുന്നു നിങ്ങൾ മറന്നു പോകരുത്. ഈ സി എന്ന് പറയുന്ന വര ഇപ്പോൾ ബി എച്ചിന് ലംബമായിട്ട് വന്നല്ലോ. ആ വര നമ്മൾ വരയ്ക്കുന്നത് എവിടുന്നാ? ഈ ബി എച്ച് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിലെ അതിൻ്റെ എതിർ വരുന്ന മൂലയിൽ നിന്നാണ്. അപ്പം നമുക്കത് 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നീട്ടി വരയ്ക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ആവുന്ന പറയാൻ നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതും കിട്ടി. ഇനി അതേപോലെ അടുത്തത് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി അറിയാം ആര്, സി എഫ് സി എഫ് എന്നുള്ള വര എവിടെ? സി എഫ് എവിടെ നമ്മുടെ? സി എഫ് നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു അല്ലേ. ഇവിടെ നോക്കുക കേട്ടോ, ഇവിടെ നമുക്കില്ല. ഈ സി എഫ് എന്ന് പറയുന്ന വര ഓൾറെഡി ആർക്ക് ലംബ? ഈ എ ബി എന്ന് പറയുന്ന വരയ്ക്ക് ലംബമാണ് സി എഫ്. അത് നമ്മൾ എഴുതി വെച്ചു. നിങ്ങൾ നോക്കുക, നമ്മൾ ഈ സിയിൽ നിന്നും 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞു, എയിൽ നിന്നും 90 വരച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ചെറിയ ത്രികോണത്തിൻ്റെ കാര്യം മാത്രം നോക്കുക കേട്ടോ. ഈ ത്രികോണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ത്രികോണത്തിൽ നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കണം, എന്നാലല്ലേ അതിൻ്റെ ലംബം വരച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ലംബം വരയ്ക്കാൻ പറ്റൂല. ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് വരയ്ക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സി എച്ച് എന്ന് പറയുന്ന ഈ വശം കണ്ടോ, ഈ വശത്തിലേക്ക് 90 വരയ്ക്കണം. അതിനെ ഒന്ന് നീട്ടി കൊടുത്തു. എടാ അതിനെ നീട്ടിയെന്ന് വിചാരിച്ച് കുഴപ്പമുണ്ടോ? ഈ നീളം ഒന്ന് നീട്ടി വരച്ചപ്പോൾ ഇനി ബിയിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് 90 ഡിഗ്രി വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് 90 തന്നെ വരയ്ക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് എന്താ, ഇവിടേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ 90 കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ബി എഫ് എന്ന് പറയുന്ന വരയാണ് ആരുടെ? എച്ച് സി എന്ന് പറയുന്ന വരയ്ക്ക് ലംബമായിട്ട് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് എഴുതി വെക്കാം. ഏതാണ്? ബി എഫ് ആർക്ക് പെർപെൻഡിക്കുലറാ? സി എച്ചിന് പെർപെൻഡിക്കുലറാ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബി സി എന്ന് പറയുന്നത് ഇത്, ബി സിയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനിയോ ബി എച്ച് എന്ന് പറയുന്നത് എവിടെ? ബി എച്ച് എന്ന് പറയുന്നത് ഈ ചെറിയ ത്രികോണത്തിൻ്റെ അടുത്ത സൈഡ്, അതിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ഇങ്ങനെ ഒന്ന് വരച്ചു. അതേപോലെ സി എച്ച് എന്ന് പറയുന്നത് ഇത് അല്ലേ. അപ്പോൾ ഈ ചെറിയ ത്രികോണത്തിൻ്റെ 3 വശങ്ങളിലേക്കും നമ്മൾ ലംബങ്ങൾ വരച്ചു. ഈ 3 ലംബങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദു ഒരിക്കലും ഈ ഉള്ളിലുണ്ടാവില്ല അല്ലേ. അതായത് നമ്മൾ നോക്കുക, സി എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ വരച്ച ലംബം ഇതാണ്. മിസ് മനസ്സിലാവാൻ വേണ്ടി ഇതാ ഒന്നുകൂടി വരച്ചു തരാം, ഒന്ന് പുറത്തേക്ക് വരച്ചു. ഇത് നമ്മുടെ ബി എച്ച് സി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ വരച്ച ലംബങ്ങളിലെ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും നമ്മൾ വരച്ച ലംബം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെയാണ് ഒരു ലംബം വന്നത്, ശരിയല്ലേ? അവിടെ ഒരു ലംബം വന്നു. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ലംബം വന്നു അല്ലേ. അപ്പം ഇതും ഒരു ലംബം, ഇതൊരു പെർപെൻഡിക്കുലർ സൈഡ്. തിരിച്ച് നമുക്ക് അപ്പം നിങ്ങൾ നോക്ക്, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലംബം വരുന്നുണ്ട് 90 ഡിഗ്രി. ഇതിനെ നീട്ടി വരച്ച് ഇനി ഈ 3 ലംബങ്ങളും ഒന്ന് നീട്ടി നോക്ക്. എടാ ഈ 3 ലംബങ്ങളും നീട്ടിക്കഴിഞ്ഞാൽ ഇത് പോയി ടച്ച് ചെയ്യുന്നത് ഈ പോയിന്റില്ലേ, ആ പോയിന്റാണ് ഈ ക്വസ്റ്റ്യനിൽ തന്ന എ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. അപ്പം നമ്മൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ത്രികോണം കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ ലംബങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ മൂന്ന് പെർപെൻഡിക്കുലേഴ്സ് തമ്മിൽ
ജോയിൻ ചെയ്യുന്ന, അതായത് ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിനെ അല്ലേ ഓർത്തോ സെന്റർ എന്ന് വിളിക്കുന്നത്, ലംബകേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഈ ലംബങ്ങൾ ഈ ത്രികോണത്തിന്റെ പുറത്തേക്ക് പോയത് കൊണ്ട് ലംബകേന്ദ്രം കിട്ടാനും ഈ 3 വരകൾ കൂട്ടി നമ്മൾ നീട്ടി വരയ്ക്കണം. സ്വാഭാവികമായിട്ട് ഈ പോയിന്റും പുറത്ത് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ആയി എന്നറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ബുദ്ധിമുട്ട്, സംഭവം എഴുതാൻ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ, പ്രൂഫ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് കൊണ്ട് തന്നെ ചിന്തിക്കണം. പറഞ്ഞു തരുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ, നമുക്കിങ്ങനെ വരച്ച് ഇത്ര കാണിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക ഓരോ പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് ലംബങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന്. അപ്പോൾ നമ്മൾ കണ്ടു ഇത് 3 അല്ലേ, ഈ ലംബവും ഇവിടെ നിന്നുള്ള ഈ വരയും ഈ ലംബം നീട്ടി വരച്ചതാണ് ഇത്, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് നീട്ടി വരച്ചതാണ് ഇത്, ഈ വരയും. അപ്പം ഈ 3 ലംബങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ്, അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുകൂടി ഒന്ന് എഴുതി വെക്കാം അല്ലേ. ദ 3 ആൾട്ടിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലേഴ്സ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് രണ്ടും സെയിം. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കുത്തനെ വരയ്ക്കുന്നത്. ദ 3 ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ട്രയാങ്കിൾ HBC ഇന്റർസെക്ട് എവിടെ? അറ്റ് എ. Therefore A is the ഓർത്തോസെന്റർ. ആരുടെ? ഓർത്തോസെന്റർ ഓഫ് ട്രയാങ്കിൾ HBC. ഈ 3 ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ അല്ലേ നമ്മൾ ഓർത്തോ സെന്റർ ലംബകേന്ദ്രം എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾ നോക്കുക, ഈ 3 ലംബങ്ങളും ത്രികോണം HBCയുടെ 3 ലംബങ്ങളും കൂട്ടിമുട്ടുന്നത് എ എന്ന ബിന്ദുവിലാണ്. അതുകൊണ്ട് എ എന്നത് ത്രികോണം HBCയുടെ ഒരു ലംബകേന്ദ്രമായി മാറുന്നു എന്ന് മലയാളത്തിൽ എഴുതി വെക്കാം. 3 ലംബങ്ങളും കൂട്ടിമുട്ടുന്നത് എ എന്ന ബിന്ദുവിലാണ്. ആയതുകൊണ്ട് എ എന്ന ബിന്ദുവാണ് ത്രികോണം HBCയുടെ ലംബകേന്ദ്രം. അത്ര എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മിസ് ഇവിടെ തീർത്തിട്ടുണ്ട്. എല്ലാവരും 15 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന ക്ലാസ് ഞാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം നമ്മൾ ഓരോരുത്തരും മൈൻഡിലൂടെ ചിന്തിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഈ ലാസ്റ്റത്തത്. കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് ഓരോരുത്തർ വരച്ച് നോക്കിയിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വരയ്ക്കാനുള്ള ആ ഭാഗവും ആദ്യത്തെ പ്രൂഫുകളും ഫസ്റ്റ് നിർബന്ധമായിട്ടും പഠിക്കുക. ആ ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ആ ഭാഗമാണ്. ഇത് നിങ്ങൾ ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കുക എന്ന് വെച്ച് പഠിക്കേണ്ടെന്നല്ല, പറ്റുന്നവരൊക്കെ മാക്സിമം പഠിച്ചു വെക്കുക. പക്ഷെ ഫസ്റ്റ് പാർട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വരയ്ക്കാൻ 101% ഇതിൽ നിന്ന് വരും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഭാഗം പോയി കാണാം. അപ്പോൾ ഈ വീഡിയോ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, അതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്